നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്നത് സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സുപ്രീം കോടതിയിൽ തന്നെ വലിയ രീതിയിൽ ജഡ്ജിമാരുടെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമാണ്. ചീഫ് ജസ്റ്റിസിനെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അതായത് അഭിനന്ദിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്വരം ഒരുപക്ഷെ ജുഡീഷ്യറിയെങ്കിലും കേൾക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികം ആണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. മുൻകാലങ്ങളിലൊന്നും സുപ്രീം കോടതി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങളെ അത്ര നല്ല രീതിയിലല്ല മാനിച്ചിരുന്നത് എന്നതുകൊണ്ടും, എന്നാൽ സുപ്രീം കോടതി ആയതുകൊണ്ട് അതിനെ മാനിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് എന്നതും രാഹുൽ ഗാന്ധി ഒരു മടിയും കൂടാതെ വിളിച്ചു തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെ നിലവിൽ സൂര്യകാന്ത് അടക്കമുള്ള ജസ്റ്റിസുമാർ ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, അതും ക്യാബിനറ്റിൻ്റെ ശുപാർശ പ്രകാരം എന്നുള്ള ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം, ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയോഗിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്ന പാനൽ, അത്തരത്തിൽ ഒരു പാനൽ രൂപീകരിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അത് നിരാകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. നരേന്ദ്രമോദിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും, ആ ക്യാബിനറ്റ് മന്ത്രി അമിത്ഷാ ആയതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി ഏറെ ശക്തമായി വിമർശിച്ചു. എന്തുകൊണ്ട് നിങ്ങളത് നിയമമന്ത്രിയാക്കിയില്ല? അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി പ്രതിപാദിച്ചത്. ഈ രാജ്യത്ത് ശക്തമായിട്ടുള്ള അഴിമതി BJP നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാധവി പുരിഭുജ് അധ്യക്ഷയായിട്ടുള്ള സെബിയിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വൻകിട കോർപ്പറേറ്റ് അഴിമതി BJP നടത്തുന്നു. അത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ഭരണഘടനയെ നിരാകരിക്കുന്ന രീതിയിലാണ് BJP സംവിധാനം ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ്. എപ്പോഴും പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റിലുള്ള ആരും അഴിമതിയുടെ കേസിൽ ED അന്വേഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനും രാഹുൽ ഗാന്ധി ഒരു വ്യക്തമായ മറുപടി കൊടുത്തു. നേരത്തെ പ്രിയങ്ക ഗാന്ധി പല ഇലക്ഷൻ റാലികളിലും അവർ പറഞ്ഞൊരു വാക്കുണ്ട്, സാധാരണയായി പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് ആരെങ്കിലും ചാടിയാൽ, കൂറുമാറിയാൽ അവരെ വെളുപ്പിക്കാനായി ഒരു വാഷിംഗ് മെഷീൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അത്തരത്തിൽ പോയ നിരവധി ആളുകളുടെ പേര് എണ്ണി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അജിത് പവാർ അടക്കമുള്ള നിരവധി പേർ. അതേസമയം പ്രതിപക്ഷത്ത് ഒരു വിലപേശലിനും അടിമപ്പെടാതെ നിൽക്കുന്നവർക്ക് ഏറെ ദുരിത ജീവിതമാണ് ലഭിച്ചിട്ടുള്ളത്. ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ ജയിലിൽ അദ്ദേഹത്തിനെ വലിയ തോതിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണം അതിശക്തമാണ്. എന്നാൽ കെജ്രിവാളിന് ഇപ്പോൾ സുഖ സൗകര്യമാണ്. അദ്ദേഹത്തിനെതിരെ EDയും ചോദ്യം ചെയ്യുന്നില്ല, ഒന്നുമില്ല. വളരെ ലളിതമായി അവിടെ ഒന്ന് അയയുന്ന ഒരു കാര്യമാണ് കാണുന്നതെന്ന് കോൺഗ്രസ് കൂട്ടിച്ചേർത്തു.